1:52 ഇപ്പൊ സമയം. കൃത്യം 2 മണിക്ക് തന്നെ മകൻ തൊഴാനായി നട തുറക്കും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഭക്തസഹസ്രങ്ങൾ. ഇവിടെ ഏകദേശം 2 ലക്ഷത്തിലധികം ഭക്തരെ ഇന്ന് ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് മുഴുവനായും ഇവിടുത്തെ ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് അനുസൃതമായ ക്രമീകരണങ്ങളാണ് നിലവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത്രയും 11 മണിക്ക് നടയടച്ച ശേഷം ഭക്തരോടൊക്കെ പുറത്ത് കാത്തിരിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം മുഴുവൻ ശുചീകരണത്തിന് ശേഷം നിലവിൽ 2 മണിക്ക് നട തുറക്കേ എന്നിരിക്കെ ഭക്തരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. ബാരിക്കേഡ് വെച്ച് ആളുകളെ നിയന്ത്രിച്ചിരിക്കുകയാണ് പൂർണ്ണമായും. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും കൃത്യമായ ക്രമീകരണങ്ങൾ. മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി കൃത്യമായ ക്യൂ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക ക്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി വടക്കേ നടയിലൂടെ മറ്റൊരു ക്യൂ, ഭിന്നശേഷിക്കാർക്കായി മറ്റൊരു ക്യൂ. അങ്ങനെ കൃത്യമായി ഏറ്റവും മികച്ച രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഭക്തർക്ക് ദർശനം സാധ്യമാക്കുക, ദേവീ കടാക്ഷം സാധ്യമാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ ദേവസ്വം ബോർഡും പോലീസും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ മുൻകരുതലുകൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ ഭക്തിയുടെ അവസ്ഥ ഏറ്റവും ഉച്ചസ്ഥായിലായിരിക്കുന്ന ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന ശരണമന്ത്രം ഉരുവിട്ടുകൊണ്ട് ഇവിടെ ആളുകൾ ദേവീ ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. ചിലരോടെങ്കിലും നമുക്ക് ചോദിക്കാം. എല്ലാ വർഷവും ഇവിടെ വരാറുള്ളത് കുറെ നേരമായോ ക്യൂവിൽ നിൽക്കുന്നു? അല്ല, അകത്തായിരുന്നു. ഇപ്പോഴേ വെളിയിലോട്ട് ഇറങ്ങിയത്. എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂര്. എല്ലാ വർഷവും വരാറുണ്ട്? അരയങ്കാവിന്നാ വരുന്നത്. ഒത്തിരി നേരമായി വന്നിട്ട്. എല്ലാ വർഷവും വരാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തിരക്ക് എങ്ങനെയാ ഇത്തവണ? കൂടുതലാണ് ഇപ്രാവശ്യം. കൂടുതലാണ്. എന്നാലും പെട്ടെന്ന് തന്നെ ദേവിയെ കാണാൻ പറ്റും. പറ്റും തോന്നുന്നുണ്ട്. ഇത്തവണ കുറച്ച് മുന്നിലാണെന്ന് തോന്നുന്നു. അത് എന്റെ അരയങ്കാവിലും എന്റെ കൂടെ ഉണ്ട് വെക്കത്തപ്പനും. ചേട്ടാ എവിടെ നിന്നാ വരുന്നത്? എല്ലാ വർഷവും വരാറുണ്ടോ? വർഷങ്ങളും വരാറുണ്ട്. തിരക്ക് കൂടുതലാണോ കുറവാണോ? കഴിഞ്ഞ വർഷം വന്നിട്ടില്ല. അപ്പൊ അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് പറയാൻ പറ്റില്ല. എന്നാലും തിരക്ക് കാണുന്നുണ്ട്. വലിയ പ്രാർത്ഥനകളുമായിട്ടാണോ ഇവിടെ? എല്ലാ മാസവും വരും. ചെറുപ്പം തൊട്ടേ വരുന്നതാ. അമ്മയെ നല്ല വിശ്വാസമാണ്, നല്ല ആളുകളാണ്. ഭജനം പാർത്ത് പോയതിനു ശേഷം നമ്മുടെ വീട്ടിന് എല്ലാ ഐശ്വര്യങ്ങളും അമ്മ തന്നു.